അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ തൗഹീദിന്റെ റുഖിയ ചികിത്സ നടത്തുന്ന കേന്ദ്രങ്ങൾ സലഫി പ്രസ്ഥാനം ഉണ്ടാക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ്. നിങ്ങൾക്ക് എന്ത് തോന്നിയാലും, നിങ്ങളിതിന് എന്ത് വ്യാഖ്യാനിച്ചാലും ഒരു പ്രശ്നമില്ല. സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത് മുജാഹിദുകളുടെ നിസ്കാരത്തയമ്പ് ഇവിടെയാണ്, അത് പെണ്ണുങ്ങളേക്ക് രമിക്കാനാണ് എന്ന് നാളിതുവരെയുള്ള ചരിത്രത്തിൽ സമസ്തക്കാർ പറഞ്ഞ. അതുകൊണ്ട് നബിയുടെ ഒരു സുന്നത്തിൽ നിന്നുകൊണ്ടുള്ള ജിന്ന് ചികിത്സ നടത്തൽ അനിവാര്യമാണ്. അല്ലെങ്കിൽ ആളുകൾ അവിടെ എത്താന്നറിയോ? ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കും, മജീദ് സലാഹിന്റെ അടുത്തോ അദ്രിമാൻ സൽഫിന്റെ അടുത്തോ ഒരു ജിന്നബാധ ഒരുത്തനെ കൊണ്ടുപോയാൽ അങ്ങനൊന്നും ഇല്ലായിരുന്നു ഒരു മടക്കിയേക്കും. നിങ്ങൾ നോക്കിക്കോ, ഒരു മടക്കിയേക്കും. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വഴിയിൽ വെച്ച് കണ്ട സ്ത്രീ പറഞ്ഞ ഹദീസിലെ പ്രയോഗങ്ങളിൽ രണ്ടാമത്തെ വാക്കെന്തറിയോ? ജിന്നുബാധ കൊണ്ട് ഇവനെ മാത്രമല്ല, ഇവനെ കൊണ്ട് ഞങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്, ഇവനെക്കൊണ്ട് ഞങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഇവനെക്കൊണ്ട് ഞങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞ അവനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൊക്കി പിടിക്കാൻ പറഞ്ഞു. നബി അതിന് ചികിത്സിക്കുകയും ചെയ്തു, തിരിച്ചുപോയി. തിരിച്ചു നബിയും സ്വഹാബിയും വരുമ്പോ കുറെ ആടിനെയായിട്ട് ആ സ്ത്രീ നിൽക്കുകയാണ്. ഹദീസിൽ സ്വഹീഹായി വന്നാൽ ആടിനെയായിട്ട് നിൽക്കണം. എന്താ? ആ കുട്ടിയെ കൊണ്ടുള്ള ഉപദ്രവം വീട്ടിൽ തീർന്നു, ആ വീട്ടിൽ സമാധാനമായി. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കുന്നത്, സെൽഫികളായ ആളെടുത്ത് വരുമ്പോ ജിന്നറക്കൽ എന്നൊരു സംഗതി ഇല്ല എന്നുള്ളിടത്തിലേക്ക് നമ്മുടെ ആളുകളെ പോക്ക്. അത് നിങ്ങൾക്ക് ഈയിടെ നടന്ന എല്ലാ KNMന്റെ KJന്റെ പ്രസംഗങ്ങൾ ശ്രദ്ധിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ എന്താ ഉണ്ടാവുക? ജിന്നുബാധയത്ത് പ്രശ്നം ഉണ്ടാകുന്ന ഒരു കുട്ടിനെയും കൊണ്ട് വീട്ടുകാരടങ്ങിക്കോ? അവരെ നേരെ ഖുറാഫുകൾ എടുത്തു പോവും, ഷിർക്കിന്റെ ചികിത്സ ചെയ്യും. അങ്ങനെ ഷിർക്കിലായി അവർ മരിച്ചു പോകും. അങ്ങനെ ഷിർക്കിലായി മരിച്ചു പോകുന്ന ഒരു ജനതയെ സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ജിന്ന് ചികിത്സ നടത്തൽ അനിവാര്യമാണ്. റുഖിയ ചികിത്സ നടത്തുന്ന കേന്ദ്രങ്ങൾ സലഫി പ്രസ്ഥാനം ഉണ്ടാക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ്. നിങ്ങൾക്ക് എന്ത് തോന്നിയാലും, നിങ്ങളിതിന് എന്ത് വ്യാഖ്യാനിച്ചാലും ഒരു പ്രശ്നമില്ല. റുഖിയ ചികിത്സ നടത്തുന്ന കേന്ദ്രങ്ങൾ സലഫി പ്രസ്ഥാനം ഉണ്ടാക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ്.